ഫ്ലിപ്കാർട്ട് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നൊരു ഓഫർ സെയിൽ അങ്ങോട്ട് ലൈവ് ആക്കിയിട്ടുണ്ട്. ബിഗ് ബജറ്റ് ഡേയ്സ് ഓഗസ്റ്റ് 1 മുതൽ 5 വരെയാണ് ആക്ച്വലി ഈ ഒരു ഓഫർ സെയിൽ നടക്കാൻ പോവുക. നോർമലി നമുക്ക് ഈ ഒരു സമയത്ത് ഇൻഡിപെൻഡൻസ് ഡേ സെയിലാണ് നടക്കേണ്ടത്. എന്നാൽ അതിന് പകരമായിട്ടാണ് ഈ ഒരു ബിഗ് ബജറ്റ് ഡേയ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയത്തില്ല. ഓൾറെഡി ആമസോണിൽ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിൻ്റെ ആ ഒരു ലാൻഡിംഗ് പേജ് നമുക്ക് കാണാൻ പറ്റും. കമ്മിങ് സൂൺ എന്ന് മാത്രമാണ് ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. പക്ഷേ അവിടെ എന്നാണ് ആ ഒരു ഡേറ്റ് എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളായിട്ട് ഇതും അങ്ങോട്ട് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അവിടെ എന്തായാലും SBI കാർഡിന് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അതിൽ EMI ട്രാൻസാക്ഷൻ നമുക്ക് 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതും എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ്. അപ് ടു 40% നമുക്ക് സ്മാർട്ട് ഫോൺ ആൻഡ് ആക്സസറീസിൽ പൈസ കുറച്ച് കിട്ടുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ അപ് ടു 65% സ്മാർട്ട് TV ആൻഡ് പ്രൊജക്ടേഴ്സിൽ, കൂടാതെ അപ് ടു 80% ഇലക്ട്രോണിക്സ് ആൻഡ് ആക്സസറീസിൽ, അപ് ടു 70% ബുക്സ്, ടോയ്സ് ആൻഡ് ഗെയിംസിന്, മിനിമം 50% ഓഫ് നമുക്ക് ഹോം കിച്ചൺ ഔട്ട്ഡോർ സാധനങ്ങൾ കിട്ടും. കൂടാതെ 50 to 80% ഓഫിൽ നമുക്ക് ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഐറ്റംസ് മേടിക്കാം. അപ് ടു 65% ഹോം അപ്ലയൻസസ്, അപ് ടു 60% ഡെയിലി നീഡ്സ്, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ ലൈവ് ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ബിഗ് ബജറ്റ് ഡേയ്സ് തന്നെയാണ്. ഓഗസ്റ്റ് 1 മുതൽ 5 വരെ. ഇവിടെ നമുക്ക് HSBC, അതുപോലെ തന്നെ HDFC, IDFC ഫസ്റ്റ്, ON കാർഡ് ഉള്ളവർക്ക്, ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ EMI ട്രാൻസാക്ഷനും ഇവിടെ നമുക്ക് 10% എക്സ്ട്രാ കിട്ടും കേട്ടോ. കൂടാതെ ഇവരുടെ ആ ഒരു ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും 5% അൺലിമിറ്റഡ് ക്യാഷ് ബാക്കും. ഞാൻ ആക്ച്വലി ഇന്നിപ്പോൾ പല സ്മാർട്ട് ഫോണുകളിൽ നോക്കിയ സമയത്ത് എനിക്ക് കാണാൻ സാധിച്ചത് ഫ്ലിപ്കാർട്ട് ആക്സിസ് ക്രെഡിറ്റ് കാർഡാണ് കുറച്ചെങ്കിലും നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത്. ബാക്കിയുള്ളതിനൊക്കെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലെന്ന് പറയുമ്പോഴുള്ളൂ. ഞാൻ എല്ലാം നോക്കിയില്ല, എന്നാലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഏതിനാണ് നമുക്ക് ഏത് കാർഡിനാണ് ഏറ്റവും ലാഭകരമായിട്ട് വാങ്ങിക്കാൻ പറ്റുക എന്ന് പറയുന്നത്. പിന്നെ സ്മാർട്ട് ഫോണിൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി, അതായത് ഇന്ന് രാവിലെ 12 മണിക്ക് ഈ സെയിൽ സ്റ്റാർട്ടായ സമയത്ത് തന്നെ ഫോണുകളുടെ റേറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സാംസങ്ങിൻ്റെ സംബന്ധിച്ചിടത്തോളം S23 FEക്ക് മാത്രമാണ് ചെറിയൊരു രീതിക്ക് വില കുറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ വില പഴയ പടിയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫോണുകളിലൊന്നും വലിയ ഓഫർ ഇല്ല. എന്നാൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ ആ ഒരു എക്സ്ട്രാ നമുക്ക് ക്യാഷ് കുറച്ച് മേടിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് ഈ ഒരു ബിഗ് ബജറ്റ് ഡേയ്സിലുള്ളത്. പിന്നെ പൊതുവേ ബിഗ് ബജറ്റ് ഡേയ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹോം അപ്ലയൻസസ് അല്ലെങ്കിൽ കിച്ചൺ അപ്ലയൻസസിനൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ലാഭത്തിന് മേടിക്കാൻ പറ്റുക. നമുക്ക് ഈ ഒരു ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിനൊക്കെ തന്നെ അടുത്തൊരു ഓഫർ സെയിൽ ഉണ്ടാവും നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയോട് അനുബന്ധിച്ച്. അവിടെ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മേടിക്കാൻ സാധിക്കുക. എന്നാൽ ഇപ്പോൾ പോട്ടെ, ഡോപ്സ്, സുപ്രീം ഒക്കെ നോക്കുമ്പോൾ 1390, 100 രൂപ കുറഞ്ഞ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അത്യാവശ്യമാണ് ഇൻഡിപെൻഡൻസ് ഡേ വരെ ഒന്നും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 100 രൂപ കുറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാം. പലതിനും വില കുറഞ്ഞിട്ടില്ല, അത് വേറെ കാര്യം. എന്തായാലും അതൊക്കെ തന്നെ ഉടനെ തന്നെ ഞാൻ വീഡിയോസ് ആയിട്ട് ഇടാം. ആദ്യം എന്തായാലും നമ്മുടെ ആ ഒരു 1500 റേഞ്ചിലുള്ള ഇയർബഡ്സ് ആയിരിക്കും പൊതുവെ ഞാൻ ഇടാൻ പോവുക. അല്ലെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റുകൾ വെച്ചിട്ട് ഒരു വീഡിയോ അതായിരിക്കും മിക്കവാറും ഞാൻ ചെയ്യുന്നത്. എന്തായാലും നിങ്ങളത് ഉടനെ തന്നെ കാണും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ബിഗ് ബജറ്റ് ഡേയ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവലിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണ്, ഇഷ്ടം ലൈക്ക് ആയിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും, കൂടാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.